എന്റെ ആത്മാവിനെ പിടിക്കുകയാണ്. പിന്നെ എനിക്ക് സമയമില്ല മുസൽമാൻ. ഇതുപോലെ ഒരു സദസ്സിൽ നിന്ന് പ്രസംഗം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയ എത്രയോ ആളുകൾ സ്വന്തം വീടെത്തുന്നതിന്റെ മുമ്പ് ഖബറിലേക്ക് ടിക്കറ്റ് റിസർവ് ചെയ്ത സംഭവം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നന്നാവാൻ ഉസ്താദ് നഈമി നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു മനുഷ്യന് നന്നാവണമെന്ന് തോന്നിയാൽ എനിക്ക് മരിക്കണം, എപ്പോഴാണ് മരണമെന്നറിയില്ല. ആ മരണം എപ്പോഴാണെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി എനിക്ക് മരിക്കാൻ കഴിയണം. റഹ്മത്തിന്റെ മാലാഖമാരുടെ തലോടേറ്റുള്ള മരണം എനിക്ക് ലഭിക്കണം. അതിനുവേണ്ടി എനിക്ക് നല്ലവനാവണം, നന്മയിലൂടെ സഞ്ചരിക്കണം എന്ന് ചിന്തിക്കാൻ ഈ സദസ്സ് ഫലപ്രദമായാൽ, ഇവിടെ കത്തുന്ന ട്യൂബിന്റെ കറണ്ട് ഫലപ്രദമായി, ഇവിടെ ശബ്ദിക്കുന്ന ഈ മൈക്കിന്റെ വാടക ഫലപ്പെട്ടുപോയി, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ വിലപ്പെട്ട സമയമുണ്ടല്ലോ, ഈ ഖാലിദിന്റെ സമയമുണ്ടല്ലോ, കുറച്ചുവരെ ഞാൻ മരിക്കണമല്ലോ, എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകുമല്ലോ. ഇവിടെ ഈ പ്രദേശത്ത്, ഇരുൾമുറ്റിയ പ്രദേശത്ത് എനിക്ക് വെളിച്ചം നൽകാൻ ട്യൂബുകളുണ്ടല്ലോ. ഒരാളും കൂട്ടില്ലാത്ത ഇരുൾമുറ്റിയ ഖബറാകുന്ന ആരുടെ മണ്ണിന്റെ അകത്തടത്തിലേക്ക് എന്നെ ഇറക്കി വെച്ചോ. എന്റെ കൂട്ടുകുടുംബാദികൾ എന്നോട് സലാം പറഞ്ഞാൽ ആ ഖബറിൽ ഞാൻ തനിച്ചാണല്ലോ അല്ലോ, എനിക്കവിടെ രക്ഷപ്പെടണമല്ലോ അല്ലോ. ഇത് ചിന്തിക്കാൻ ഈ സദസ്സ് നമുക്ക് അവസരം നൽകിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് അവസരം നൽകിയെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും അവസരം നൽകിയെങ്കിൽ നമ്മുടെ സദസ്സ് ധന്യമായി. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കുമാറാവട്ടെ. അതേ സമയത്ത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഈ മരണവേദനയുണ്ടല്ലോ, ലോകത്തൊരു പ്രഭാഷകന്റെ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല മുസൽമാൻ. ഒരു രചയിതാവിന്റെ സൂര്യ കൊണ്ട് വരച്ചു തീർക്കാൻ കഴിയുന്നതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വജാഅത് സക്കറത്തുൽ മൗതി ബിൽ ഹഖ് മാ بالحق ذلك ما كنت تحيد. മരണവേദന എല്ലാ മനുഷ്യന്മാരെയും പിടികൂടുന്നതാണ്, വല്ലാത്ത ഒരു വേദനയാണ്. ഇന്ന് നമ്മുടെ ശരീരത്തിന് വേദനയുണ്ടായാൽ ഈ കോതമംഗലത്ത്, പെരുമ്പാവൂര്, എറണാകുളത്ത്, ലക്ഷോറിലടക്കം എവിടെയെങ്കിലും കൊണ്ടുപോയാൽ ഏറ്റവും വൈദഗ്ധ്യമായ വിദഗ്ധനായ ഡോക്ടറുടെ അയാളുടെ വൈദഗ്ധ്യം കൊണ്ട് ലഭ്യമാക്കിയ വേദനാ സംഹാരി കൊണ്ട് വേദനയ്ക്ക് ശമനമെടുക്കാമെങ്കിൽ ലോകത്തൊരു വൈദ്യശാസ്ത്രവും ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത അതിഭയാനകരമായ വേദനയാണ്. ഒരു ചരിത്രകാരനും അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതാണല്ലോ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിനെ അസ്റായീൽ അലൈഹിസ്സലാം പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്നൽ മൗതി ലസ്സകറാത്ത്, എന്തൊരു വേദനയാണ് അസ്റായീൽ, താങ്ങാൻ പറ്റുന്നില്ലല്ലോ അസ്റായീൽ. ലോകത്ത് ഏറ്റവും അധികം വേദന സഹിക്കാൻ കഴിവുള്ള, ഏറ്റവും അധികം ക്ഷമയുള്ള ലോകത്തിന്റെ അഭിനന്ദനായ നേതാവ് മദീനയുടെ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ വിതുമ്പിക്കൊണ്ട് പറഞ്ഞതെന്താണ്, ഇന്നലിൽ മൗതി ലസ്സകറാത്ത്, വേദനയുണ്ടല്ലോ അസ്റായീൽ, വല്ലാത്ത വേദനയാണല്ലോ അസ്റായീൽ. അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് വല്ലാത്ത വേദനയാണ്. നിങ്ങൾക്കറിയും മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ നബിയുടെ മുമ്പിലേക്ക് അതാ കുറച്ച് യഹൂദികൾ ഇങ്ങനെ നടന്നു വരികയാണ്. ഈസാ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നു, ഈസാ നീ പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം ഈസാ, നിന്റെ പ്രവാചകത്വത്തിൽ ഞങ്ങൾ വിശ്വസിക്കാം ഈസാ, പക്ഷേ ഞങ്ങളൊരു ഡിമാൻഡ് വെക്കുകയാണ്. ആ കാണുന്ന കുഴിമാടമുണ്ടല്ലോ, ആ കാണുന്ന ഖബറുണ്ടല്ലോ ഈസാ, അത് ഞങ്ങളുടെ പൂർവ്വസൂരിയായ ഒരു ചെറുപ്പക്കാരന്റെ കുഴിമാടമാണ് ഈസാ.
ഈസ. ഒരു കുഴിമാടമാണ് ഖബറാണ് ഈസ. ആ കുഴിമാടത്തിൽ നിന്ന് അയാളെ ജീവനോടെ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ ഈസാ നബിയോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനായ മുഅ്ജിസത്തെന്ന മഹത്തായ അനുഗ്രഹം കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ കുഴിമാടത്തിന്റെ ചാരച്ചെന്നുകൊണ്ട് ആ കുഴിയിലേക്ക് കൈകളിങ്ങനെ ചൂണ്ടിയിട്ട് കുമ്പി ഇതിനില്ല അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ നീ എഴുന്നേൽക്കണമെന്ന ഖബറിൽ കിടക്കുന്ന സാമിദിന് നൂഹെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ധാരമെന്ന് പറയുമ്പോ അതാ ഖബർ രണ്ടു ഭാഗത്തേക്ക് പിളർന്നു. അയാളിങ്ങനെ ചാടി എഴുന്നേൽക്കുകയാണ്. ചാടി എഴുന്നേറ്റ് അത്ഭുതത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോ അതാ നോക്കുമ്പോഴാണ് ഈ ഹാജിയാരുടെ മുടി പോലെ ആ സാമിദിന് നൂഹിന്റെ മുഴുവൻ മുടിയും നരച്ചിട്ടുണ്ട് കേട്ടോ. മുഴുവൻ മുടിയും നരച്ചുപോയി. പഞ്ഞിക്കെട്ടുപോലെ വെളുത്തിരിക്കുന്ന മുടിയാണ്. ഉടനെ ഈ സാമിദിന് നൂഹിനോട് ഈസാ നബി ചോദിക്കുകയാണ്, നീ മരിക്കുമ്പോ നല്ല കറുകറുത്ത മുടിയായിരുന്നല്ലോ, നല്ല കറുത്ത മുടിയായിരുന്നല്ലോ സാമേ, നിന്റെ മുടി നിറയ്ക്കാനുള്ള കാരണമെന്താണ്? അപ്പോഴാണ് സാമിദിന് നൂഹ് പറയുന്നത്, ഓ ഈസാ നബിയേ, ഖിയാമത്ത് നാൾ വന്നുപോയോ എന്നുള്ള പേടികൊണ്ട് എന്റെ മുടി നരച്ചുപോയതാണ് ഈസാ നബിയേ. ഖബറിൽ ഈ സമയം പറയാൻ അദാബിലായിരുന്നു. ഇനി അങ്ങോട്ടുള്ള അദാബ് ഇതിനേക്കാൾ 10 മടങ്ങ് ഭയാനകരമാണ്. ആ അദാബിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഖിയാമത്ത് നാൾ വന്നുപോയാലുള്ള എന്റെ ദുരന്തത്തെക്കുറിച്ച് ചിന്തിച്ച് എന്റെ മുടി നരച്ചുപോയതാണ് ഈസാ നബിയോട് പറയുമ്പോ അതാ ഈസാ നബി തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇരിക്കട്ടെ, നീ ഖബറിലെ അവസ്ഥ എന്താണ്? നീ മരിച്ചിട്ട് മരിക്കുന്ന സമയത്ത് നിന്റെ വേദന എങ്ങനെയുണ്ടായിരുന്നു? അസ്രായീൽ നിന്റെ റൂഹിനെ പിടിക്കുമ്പോ നിന്റെ മരണവേദന എങ്ങനെയുണ്ടായിരുന്നു സാമേ? ആ സമയത്ത് സാമിദിന് നൂഹ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഖാലിദേ, ഉമ്മമാരെ, ആ ഒരു മറുപടി ഞാൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഞാനും നിങ്ങളും ആലോചിച്ചിരുന്നുവെങ്കിൽ സാമിദിന് നൂഹ് പറഞ്ഞ മറുപടി എന്താണ്? ഓ ഈസാ നബിയേ, 4 ദിവസമല്ല, 4 മാസമല്ല, 4 വർഷമല്ല, 40 വർഷമല്ല, 400 വർഷമായി ഞാൻ ലോകത്തോട് വിട പറഞ്ഞിട്ട് 4 പതിറ്റാണ്ടായി, 40 പതിറ്റാണ്ടായി, 4 നൂറ്റാണ്ടായി ഞാൻ മരണപ്പെട്ടിട്ട്. പക്ഷേ 400 വർഷമായി മരിച്ച ഞാൻ ഇന്നും ഖബറിൽ മരണവേദന എന്നെ വിട്ടുമാറിയിട്ടില്ല ഈസാ. 400 വർഷം മുമ്പ് അസ്രായീൽ പിടിച്ച വേദന ഇന്നും ഖബറിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഈസാ. വല്ലാത്ത വേദനയാണ് ഈസാ. എന്റെ ശരീരത്തിൽ നിന്ന് നുള്ളിയാൽ, ഒന്ന് പിച്ചിയാൽ അത് കൈയെടുക്കുമ്പോഴേക്ക് അതിന്റെ വേദന മാറുകയാണ്. പക്ഷേ അസ്രായീൽ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചതിന്റെ വേദന അത് മനുഷ്യന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് 400 വർഷം കഴിഞ്ഞിട്ടും സാമിദിന് നൂഹിന്റെ മരണവേദനയ്ക്ക് ശമനമില്ല. മനസ്സിൽ ചിന്തിച്ചോ, വെല്ലുപ്പമാര് മരണപ്പെട്ടവരില്ലയോ? ബാപ്പുമ്മമാര് മരണപ്പെട്ടവരില്ലയോ? ഭാര്യമാര് മരണപ്പെട്ടവരില്ലയോ? അവർ പല പള്ളിക്കാടുകളിലായി വിശ്രമിക്കുന്നില്ലയോ? ആ പ്രിയപ്പെട്ടവർ മരിച്ചിട്ട് 400 വർഷമായിട്ടില്ലല്ലോ, 40 വർഷമായിട്ടില്ലല്ലോ. നമ്മുടെ പലരും അടുത്ത് മരണപ്പെട്ടിട്ടില്ലയോ? അല്ലാഹുവിന്റെ പ്രവാചകനായ ഈസാ നബിയോട് സാമിദിന് നൂഹ് പറഞ്ഞതെന്താണ്? 400 വർഷമായി ആത്മാവിനെ പിടിച്ചിട്ട് ഇന്നും എന്ന വേദന മാറിയിട്ടില്ലയോ?
ഞാനിന്നും ആ മരണവേദന അനുഭവിക്കുകയാണ് എന്നാണ് സാലിബിൻ നൂഹ് പറഞ്ഞതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പൊ ഉമ്മമാരെ, എന്റെ കാലിന്റെ അക്ഷരങ്ങളായ ചെറുപ്പക്കാരെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ടവർ ഈ സമയത്തും ഖബറിൽ വേദന അനുഭവിക്കുകയല്ലയോ? ഖബറിൽ അവർ സങ്കടപ്പെടുകയല്ലയോ? അർഹമുറാഹിമായ റബ്ബ് ഓശാലനായി ഈ സദസ്സിന്റെ വറക്കത്തുകൊണ്ട് അവരുടെ ശബ്ദ ഇളവ് ചെയ്തു കൊടുക്കുമാറാവട്ടെ, വേദനയ്ക്ക് ശമനം നൽകുമാറാവട്ടെ, ഖബറിൽ സന്തോഷം നൽകുമാറാവട്ടെ. ആഖിറത്തിലെത്തുമ്പോ അവരെ കണ്ടുമുട്ടാനും സന്തോഷം പങ്കിടാനും അല്ലാഹു തൗഫീഖ് ആവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത വേദനയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്രായീലുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇബ്രാഹീം നബി അസ്രായീലിനോട് പറഞ്ഞു, അസ്രായീൽ, മരണവേദന വല്ലാത്ത വേദനയാണ്, സമ്മതിച്ചു. എന്നാൽ ദുർമാർഗികളുടെ ആത്മാവിനെ പിടിക്കുന്ന രൂപം എനിക്കൊന്ന് കാണിച്ചു തരുമോ? അതേ തെമ്മാടിയുടെ, താന്തോമിയുടെ ജഗതിയുണ്ടാതായ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ മറികടന്നുകൊണ്ട് ജീവിക്കുന്നവന്റെ അതേ അവന്റെ ആത്മാവിനെ പിടിക്കുന്ന രൂപം എനിക്കൊന്ന് കാണിച്ചു തരുമോ? അസ്രായീൽ ഭാഗത്തിട്ട് പറയുന്നു, നബിയേ, എന്തും ചോദിച്ചോ, അത് മാത്രം ചോദിക്കരുത്. താങ്ങാനുള്ള മനസ്സില്ല നബിയേ, താങ്ങാനാവതില്ല നബിയേ, അത് മാത്രം എന്നോട് ചോദിക്കല്ല നബിയേ. ഇബ്രാഹീം നബി പറയുകയാണ്, സാരമില്ല അസ്രായീൽ, പ്രയാസമില്ല, അത് താങ്ങാനുള്ള പവർ എനിക്കുണ്ട്, ഞാൻ പ്രവാചകനാണ്, ഒന്ന് കാണിച്ചു തരുമോ? അസ്രായീലിനോട് ആവശ്യപ്പെടുമ്പോ ഇബ്രാഹീം നബിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അസ്രായീൽ പറയുന്നു, നബിയേ, കണ്ണടച്ചോളോ നബിയേ, കണ്ണ് രണ്ടും മുറുക്കി അടച്ചോളോ, ഞാൻ പറയുമ്പോഴേ തുറക്കാവോ എന്ന് പറഞ്ഞ് ഇബ്രാഹീം നബിയോട് കണ്ണടക്കാൻ പറഞ്ഞു. ഒരല്പസമയം കഴിഞ്ഞപ്പോ ഈ തുറന്നോളൂ നബിയേ. ഇബ്രാഹീം നബി കണ്ണു തുറന്നതോടെ ഇബ്രാഹീം നബി ബോധരഹിതരായി വീണുപോയി. ആരാണ് മക്കളെ? അല്ലാഹുവിന്റെ ഖലീൽ ഇസ്മാഈലിന്റെ പുണ്യപ്പയായ ഹാജറാ ബീവിയുടെ, സാറാ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവായ അല്ലാഹുവിന്റെ പ്രവാചകനേറെ സ്നേഹിച്ച മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹീം ആ രംഗം കണ്ടുകൊണ്ട് വീണുപോയി. ബോധം തെളിഞ്ഞപ്പോ ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുകയാണ്, ശിഷ്യഗണങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ തലചുറ്റി വീഴാനുള്ള കാരണമെന്താണ്, എന്റെ ബോധം നഷ്ടപ്പെടാനുള്ള കാരണമെന്താണ്? അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവന്റെ ആത്മാവിനെ പിടിക്കാൻ അസ്രായീൽ വരുന്ന രൂപം, ആ രൂപത്തിലേക്കൊന്നേ എനിക്ക് നോക്കാൻ കഴിഞ്ഞോളൂ. അപ്പോഴേക്കെന്റെ കൺട്രോൾ പോയി. എന്താണ് രൂപമെന്നറിയോ? അതാ അസ്രായീൽ ഈ മുട്ടിയ രാത്രിയെ നിങ്ങളെ ഓരോരുത്തരുടെയും മനസ്സിൽ നിങ്ങളൊന്ന് സങ്കല്പിക്കണം. ഈ ട്യൂബിലൈറ്റില്ലാത്ത രാത്രിയാണ്. ചെറിയൊരു ലാമ്പിന്റെ വെളിച്ചം മാത്രത്തിൽ നാം ഇങ്ങനെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ, കൂട്ടിനാരുമില്ലാതെ ഇരുളായ നമ്മുടെ ഇടവഴിയിലൂടെ നമ്മുടെ വീട്ടിലേക്ക് നാം നടന്നു പോകുമ്പോ അതാ ചെറിയൊരു ലാമ്പിന്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ആ വഴിയിൽ ആരോ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. ഉണ്ടായിരുന്ന ലാമ്പ് നാം നേരെ ഇങ്ങനെ അടിക്കുമ്പോ അതാ നിർഗന്ധന മുതൽ നേരത്തിന് ഭൂമിയിൽ വരെ തൂമ്പ് കിടക്കുന്ന, ആഴ്ന്നു കിടക്കുന്ന നീണ്ട വലിയ കറുകറുത്ത രോമങ്ങളാണ്. അത് മുൻഭാഗത്തേക്ക് ഇങ്ങനെ കിടക്കുകയാണ്, പിൻഭാഗത്തേക്ക് രണ്ട് ഭാഗങ്ങളിലേക്കും കിടക്കുകയാണ്. ചെറിയ കാറ്റടിക്കുമ്പോ ഈ ഷാളാടുന്നത് പോലെ ആ രോമങ്ങൾ ഇങ്ങനെ ആടുകയാണ്. പോരാ, ഈ മനുഷ്യന്റെ അസ്രായീലിന്റെ മൂക്കിൽ നിന്നതാ തീ ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്, വാ പിളർന്നിരിക്കുകയാണ്. വായിൽ നിന്ന് രണ്ട് തേറ്റക്കല്ലുകൾ ഇങ്ങനെ പുറത്തേക്ക്
നീണ്ടു നിൽക്കുകയാണ്. വായിൽ നിന്ന് തീ ഇങ്ങനെ ഹലാ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ചെവിയിൽ നിന്ന് തീ ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതാ നെറ്റിപ്പുറത്തിൽ നിന്ന് പേടിപ്പെടുത്തുന്ന രാക്ഷസകോലത്തിലുള്ള രണ്ട് കൊമ്പുകൾ ഇങ്ങനെ മുളച്ചു നിൽക്കുകയാണ്. മനുഷ്യൻ ആര് നോക്കിയാലും എന്റെ പ്രിയപ്പെട്ടവരെ തരിച്ചു കിടന്നുറങ്ങുന്ന റൂമിലേക്ക് ഈ രൂപത്തിലൊരു മനുഷ്യൻ വന്നു നിന്നാൽ അസ്രായീൽ റൂഹ് പിടിക്കുന്നതിന്റെ മുമ്പ് മറ്റു രൂപത്തിൽ മരണപ്പെട്ടു പോകുമോ എന്ന് പേടിക്കേണ്ട ഘട്ടമാണെങ്കിൽ അതാ ഇബ്രാഹിം നബി പറയുകയാണ്, ഇതിനേക്കാൾ ശക്തമായ രൂപമാണ് ഇത്. എനിക്ക് പറയാൻ പറ്റുന്ന എന്റെ നാവിന് പറയാൻ പറ്റുന്ന രൂപമാണെങ്കിൽ ഇതിനേക്കാൾ പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ് നിന്റെ ആത്മാവിനെ പിടിക്കാൻ വരുന്നത്. പോരാ, നിന്റെ വീടിന്റെ ബാത്റൂമിന്റെ ടാങ്കി പൊട്ടിയാൽ നിനക്ക് സ്മെല്ലാണ്, താങ്ങാനാവാത്ത സ്മെല്ലാണ്. നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്ത് റോഡിന്റെ സൈഡിലൂടെ ഒഴുകുന്ന ഓട, ആ ഓടയിലൂടെ പലപ്പോഴും വരുന്ന മലിനജലത്തിന്റെ ദുർഗന്ധം കൊണ്ട് നീ വായ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതേ അസ്രായീൽ നിന്റെ ആത്മാവിനെ പിടിക്കാൻ വരുമ്പോ അതേ താങ്ങാനാവാത്ത വാസനയാണ്, വല്ലാത്ത വാസനയാണ്, ദുർഗന്ധമാണ്. വേദന കൊണ്ട് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ, കഠിനകഠോരമായ വേദന കൊണ്ട് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ശരീരം ഈർച്ചവാളുകൊണ്ട് വെട്ടിമുറിക്കുന്ന വേദന സഹിച്ചുകൊണ്ടിരിക്കുമ്പോ അതാ ദുർഗന്ധം താങ്ങാനാവാതെ മ്ലേച്ഛമായ ഏറ്റവും ശക്തമായ ദുർഗന്ധം നിന്റെ നാസികളിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോ അതാ പേടിപ്പെടുത്തുന്ന ഭീകരമായ രാക്ഷസരൂപത്തില് നിന്റെ മുമ്പിലേക്ക് അസ്രായീൽ കടന്നു വരുന്ന രൂപം അത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം. സഹോദരങ്ങളെ, താൻ കണ്ട അനുഭവം തന്റെ സുഹൃത്തുക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാൻ എന്റെ സ്വന്തം നഫ്സിനോട് നിങ്ങളോട് ഈ വിഷയത്തിൽ വഅദ് പറയാൻ അധികാരമുള്ള ഒരാളല്ല. കാരണം ഖൽബ് കൊണ്ട് നിങ്ങളെക്കാളേറെ മോശമായവൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങളൊക്കെ രക്ഷപ്പെടുമ്പോ പടച്ചവന്റെ മുമ്പിൽ പേടിയോടെ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ അലയുന്ന പാപിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ആദ്യമായി എന്റെ സ്വന്തം നഫ്സിനോടാണ്, പിന്നീട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, സഹോദര സഹോദരിമാരോട്. നിങ്ങൾ ആലോചിച്ചു നോക്കും. വീട്ടിലേക്ക് നാം ചെല്ലുന്നു, മക്കൾ മറ്റൊരു റൂമിൽ കടന്നിറങ്ങി. സഹോദരിമാരാണെങ്കിൽ അന്ന് ഭർത്താവ് വീട്ടിലില്ല, പ്രിയപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ ഭാര്യയെന്ന് നമ്മുടെ റൂമിലില്ല. നാം തനിച്ചിങ്ങനെ കിടക്കുമ്പോ പെട്ടെന്ന് ലൈറ്റ് അണച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോ ചെറിയ എന്തോ തട്ടലോ മുട്ടലോ ശബ്ദം കേട്ട് പെട്ടെന്ന് സ്വിച്ചിട്ട് നോക്കുമ്പോ നെറുകം തല മുതൽ കറുകറുത്ത രോമമുള്ള മുഖത്തൂടെയും ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങളിലൂടെയും പിൻഭാഗങ്ങളിലൂടെയും മുടി ഇങ്ങനെ ആഴ്ന്നുകിടക്കുന്ന ഒരു ഭീകരമായ ജീവി ഇങ്ങനെ നിൽക്കുന്നു. പോരാ, അയാളുടെ മൂക്കിലൂടെ തീ ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുന്നു. വാ പിളർന്നു നിൽക്കുന്നു. വായിൽ നിന്ന് രണ്ട് തേറ്റപ്പല്ല് നമ്മുടെ മുഖത്തോട് ചേർന്നിങ്ങനെ നീണ്ടു നിൽക്കുന്നു. പിളർന്നു നിൽക്കുന്ന വായിലൂടെ ശക്തമായ തീ തുപ്പിക്കൊണ്ടിരിക്കുന്നു. കാതുകളിലൂടെ തീ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. ശക്തവും മ്ലേച്ഛവുമായ ദുർഗന്ധം അടിച്ചു വീശുന്ന ഈ റൂമിൽ ആ രൂപത്തിലുള്ള ഒരു മനുഷ്യനെ കാണേണ്ടി വന്ന അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അല്ലേ? അർഹമുർ-റാഹിമായ റബ്ബ് ആ സന്ദർഭം റഹ്മാനായ റബ്ബിന്റെ ഔദാര്യം കൊണ്ട്, അല്ലാഹുവിന്റെ കൃപ കൊണ്ട് അവൻ ഓശാരമായി സ്വാലിഹീങ്ങൾ മരിച്ചതുപോലെ സ്വാലിഹീങ്ങളുടെ മരണം അല്ലാഹു നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് നമുക്ക് മുഅ്മിനീങ്ങളായി മരണപ്പെടണം. മരിക്കുന്ന സമയത്ത് സ്വാലിഹീങ്ങളായി മരണപ്പെടണം. സ്വാലിഹീങ്ങൾ മരിക്കുമ്പോഴുള്ള സന്തോഷം എന്താണ്? ആർഭാടം എന്താണ്? അനുഭൂതി എന്താണ്? അനുഗ്രഹം എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലദീന തതവഫാഹുമുൽ മലായിക ത്വയ്യിബീന യഖൂലൂന സലാമു അലൈക്കും ഉദ്ഖുലൂൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ. സ്വാലിഹായ ഒരു മനുഷ്യൻ ഹറാമുകൾ മാടി വിളിക്കുമ്പോ,
സാഹചര്യങ്ങളിൽ നിഷേധാത്മക പ്രവർത്തനങ്ങളിലേക്ക് മാടിപിടിക്കുമ്പോ അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്റെ ശരീരവും തന്റെ സമ്പത്തും തന്റെ പ്രൗഢിയും തന്റെ ആരോഗ്യവും തന്റെ അനുഗ്രഹങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ അർപ്പിച്ചവൻ അവന്റെ ആത്മാവിനെ അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിക്കുമ്പോ അല്ലാഹുവിന്റെ മലക്ക് പിടിക്കുമ്പോ ഉണ്ടാകുന്ന അനുഭവം ഖുർആൻ പറയുകയാണ് തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും. നമ്മുടെ കൊച്ചുകുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ഡോക്ടർ നേഴ്സ് ആദ്യം എന്താണ് ചെയ്യല്? സ്പിരിറ്റ് പരുത്തിയ ചെറിയ ഒരു പഞ്ഞി, ആ പഞ്ഞി കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ട സ്പോട്ടിൽ മെല്ലെ എങ്ങനെയൊന്ന് തടവുകയാണ്. സാരില്ലട്ടോ, ഇപ്പൊ കഴിയും, ഒരല്പം വേദനയേ ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് ആ കുട്ടികൾ എന്താ മോൻ കഴിച്ചേ, സുന്ദരനല്ലേ, ഉമ്മ വീട്ടിലാരൊക്കെയുണ്ട് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒറ്റ കുട്ട ആഹാ കുട്ടി ഇങ്ങനെ കേൾപ്പിക്കുമ്പോഴേക്ക് പെട്ടെന്ന് സിറിഞ്ച് പുറത്തേക്ക് വലിച്ചു. കഴിഞ്ഞു പിന്നെ ഒന്നും കൂടെ സ്പിരിറ്റ് മുറ്റിയ പഞ്ഞി ഇങ്ങനെ തൂത്തു. കണ്ട കഴിഞ്ഞില്ലേ, ചേച്ചി പറഞ്ഞില്ലേ കഴിഞ്ഞു. അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാണ് യഖൂലൂന സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും. വേദനയുണ്ടോ സഹോദരങ്ങളെ? മലക്കുകൾ പറയുകയാണ് സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും. നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. നിങ്ങൾക്ക് സമാധാനമാണ്. വേദനയുണ്ടോ? ഒരല്പസമയത്തെ വേദനയാണ്. ഈ വേദനയെന്ന് കഴിഞ്ഞാൽ ഇന്ന് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളാണ്. ആ കാത്തുനിൽക്കുന്ന മുൻചുട്ടികളായ ഹൂറികളുണ്ടല്ലോ, അവർ നിങ്ങളെ കാത്തുനിൽക്കുകയാണ്. ആ സൗന്ദര്യവതികളായ പെണ്ണുങ്ങള്, മെൻസസില്ലാത്ത പെണ്ണുങ്ങള്, മലമൂത്ര വിസർജനം ചെയ്യാത്ത പെണ്ണുങ്ങള്, അവർക്കുള്ള മുൻപൽങ്കലങ്ങളെ കണ്ട് ജിബ്രീൽ പോലും അമ്പരം നിൽപ്പുണ്ട്. അവർക്കുള്ള മുൻപൽങ്കലങ്ങളെ കണ്ട് ജിബ്രീൽ പോലും അമ്പരം നിൽപ്പുണ്ട്. ഭൗതികമായ ലോകത്തെ പെണ്ണിനെ പോലെയല്ല. എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു സൗന്ദര്യമാണ്, വല്ലാത്ത സൗന്ദര്യമാണ്. ഏതോ ഒരു ഹൂലികളിൽപ്പെട്ട പെണ്ണ് ഏതോ ഒരു തമാശ കേട്ടപ്പോ, അവളിങ്ങനെ പുഞ്ചിരിച്ചപ്പോ, അവളുടെ മുൻപിൽ ഇന്ത്യകൾ അല്പം ഇങ്ങനെ കണ്ടപ്പോ മഹാനായ റൂഹുൽ നബി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ അതേ പ്രകാശത്തിന്റെ പ്രതീകമായ മലക്കാണ്, സർവമാലാഖമാരുടെയും നേതാവായ മലക്കാണ്. ആ മലക്കിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു സൗന്ദര്യമാണ് ഈ പെണ്ണിന്, ഈ സ്വർഗസ്ത്രീക്ക് എന്തൊരു സൗന്ദര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വാലിഹായ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഹൂറികളായ പെണ്ണുങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതേ റഹ്മത്തിന്റെ മലക്കുകൾ പറയും വേദനയുണ്ടോ, സങ്കടപ്പെടണ്ടടാ, ആ പെണ്ണുങ്ങൾ നിനക്കുള്ളതാണ്. ആ കാണുന്ന കൊട്ടാരമുണ്ടല്ലോ, അത് സിമന്റ് കൊണ്ട് പണികഴിപ്പിച്ചതല്ല, അത് മാർബിൾ കൊണ്ട് പണികഴിപ്പിച്ചതല്ല, അത് മുത്തുകൊണ്ടോ മരതകം കൊണ്ടോ മാണിക്യം കൊണ്ടോ പണികഴിപ്പിച്ചതല്ല. ഭൗതികമായ ലോകത്തിനും നേത്രത്തിനും ദർശിക്കാൻ കഴിയാത്ത അമൂല്യമായ രത്നങ്ങളുടെ കവാടമാണത്, അമൂല്യമായ രത്നങ്ങളുടെ നിർമ്മിതിയാണത്, സ്വർഗീയ മണിമാളികയാണത്. നിനക്കെന്ത് വേണം, എല്ലാം അതിലുണ്ട്. അനുഗ്രഹീതമായ ഭവനത്തിലാണ് നീ കിടന്നുറങ്ങേണ്ടത്. നിനക്ക് ലഭിക്കേണ്ടത് മുഴുവനും അതിലുണ്ടെന്ന് പറഞ്ഞു അതാ നിന്നെ എവിടേക്ക് കൊണ്ടുപോകാൻ രണ്ട് റഹ്മത്തിന്റെ മലാഖമാര് നിന്നെ സമാശ്വസിപ്പിക്കുകയാണ്. അർഹമുർ-റഹീമായ റബ്ബ് ആ ഒരു മരണം മരിക്കാൻ സാധുക്കളായ നമുക്ക് തൗഫീഖ് നൽകട്ടെ, പാപ്പന്മാരെ അനുഗ്രഹിക്കട്ടെ, ഉസ്താദുമാരെ, ഭാര്യ സന്താനങ്ങളെ, കൂട്ടുകുമ കുടുംബാദികളെ, നാമുമായി സമസ്യമുസ്ലിട്ടവരെ, ബന്ധം പുലർത്തിയവരെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതേ സമയത്തിന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു ദുർമാർഗിയുടെ ആത്മാവിനെയാണോ പിടിക്കുന്നതെങ്കിൽ അതും അല്ലാഹുവിന്റെ ഖുർആൻ വിട്ടുപോയില്ലല്ലോ. فكيف إذا توفتهم الملائكة يضربون وجوههم وأدبارهم. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്
പിടിക്കുന്നതാണ്. അതേ ഒരു ദുർമാർഗിയുടെ ആത്മാവിനെയാണ് പിടിക്കുന്നതെങ്കിൽ, ഒരു ദുർമാർഗിയുടെ ആത്മാവിനെയാണ് പിടിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പിടിക്കുന്നതെന്നറിയോ? ഞാൻ പറഞ്ഞതുപോലെ ഭീകരമായ രാക്ഷസരൂപമാണ്. അതേ ശക്തമായ വേദനയാണ്, താങ്ങാനാവാത്ത ദുർഗന്ധമാണ്, ദുർഗന്ധമാണ്. അതോടുകൂടെ അതാ ഈ മനുഷ്യന്റെ മുഖത്തേക്ക് മലക്കുകൾ ഇങ്ങനെ മർദ്ദിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ നല്ല വെളുത്ത മനുഷ്യനായിരിക്കും, പക്ഷേ അവനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സാധാരണക്കാരനാണെന്ന് പറഞ്ഞവനായിരിക്കും, റസൂലുള്ളാഹിനെ നിസാരപ്പെടുത്തിയവനായിരിക്കും, മമ്പുറം തങ്ങളെ നിസാരപ്പെടുത്തിയവനായിരിക്കും. അതുപോലെ പാണക്കാട് ശിഹാബ് തങ്ങൾ, അല്ലാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. വലിയ വലിയ തങ്ങന്മാരാണ്, വലിയ വലിയ മഹാന്മാരാണ്. ആ മഹാന്മാരെ തള്ളിപ്പറഞ്ഞുന്ന ആളുകൾ നല്ല വെളുത്ത ശരീരമായിരിക്കും, പക്ഷേ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മുഖമതാ ഇരുണ്ടുപോയി. എന്താണ് കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവന്റെ മുഖത്തേക്ക് മലക്കുകൾ മർദ്ദിക്കുകയാണ്. ഹാലിന് കാണുന്നില്ലെന്നേ ഉള്ളൂ, നോക്കി നിൽക്കുന്നവന് കാണുന്നില്ലെന്നേ ഉള്ളൂ. പോരാവാതിവാറവും പിന്നിൽ നിന്നും ഇങ്ങനെ മർദ്ദിക്കുകയാണ്. മർദ്ദനം താങ്ങാനാവാതെ അവനിങ്ങനെ കിടന്നു വിയർക്കുകയാണ്. അർഹമുറാഹിമായ റബ്ബ് അത്തരത്തിലുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് മുസ്ലിമായി മരിക്കാൻ കഴിയണം, ചിരിച്ച മുഖത്തോടെ മരിക്കാൻ കഴിയണം. അന്തല്ലദി വലദതുക ഉമ്മുക ദാഖിയാ വന്നാസു ഹൗലുക യൽഹഖുന സുറൂറാ فاجهد لنفسك أن تكون إذا بكوا في حال موتك لاهقا مسرورا. ഞാൻ എന്റെ ഭാര്യ ഹോസ്പിറ്റലിലെ ലേബർ റൂമിൽ പ്രസവസ്ഥന് കിടക്കുമ്പോ ആ ലേബർ റൂമിന്റെ മുമ്പിൽ പുറത്ത് കാത്തുനിന്നിട്ടുണ്ട്. എന്റെ ഹൃദയത്തിൽ വേദനയാണ്. എന്റെ ഭാര്യയോടൊന്നിച്ച് ലേബർ റൂമിൽ വേറെയും കുറെ പെണ്ണുങ്ങളുണ്ട്. നാം ഒക്കെ അതുപോലെ നിന്നിട്ടുള്ളവരാണ്. എന്റെ ഉമ്മമാരിൽ പലരും അവിടെ കിടന്നിട്ടുള്ളവരാണ്. പുറത്തിങ്ങനെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. അകത്തു നിന്ന് ഏതോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ എല്ലാവരും അതാ ലേബർ റൂമിന്റെ മുമ്പിലേക്ക് ഓടി വരികയാണ്. വരുന്ന നേഴ്സിനോട് ചോദിക്കുന്നു, എന്റെ കുട്ടിയാണോ, എന്റേതാണോ, എന്റേതാണോ? ഓരോരുത്തരും ചോദിക്കുമ്പോ അതാ ഡോക്ടർ വിളിച്ചു ചോദിക്കുന്നു, അല്ലെങ്കിൽ നേഴ്സ് വിളിച്ചു ചോദിക്കുന്നു, സാജിദയുടെ ആള് ആരാണ്, സാജിദയുടെ ആള് ആരാണ്? ഉടനെ ഞാനിങ്ങനെ കൈവക്കുകയാണ്, ഓടി വരികയാണ്. സന്തോഷം കൊണ്ട് എന്റെ ഹൃദയം നിലയടിക്കുകയാണ്. തൊട്ടു പിന്നിൽ എന്റെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, എന്റെ കുടുംബക്കാരുണ്ട്, നവാസുണ്ട്, മറ്റുള്ള ആളുകളുണ്ട്. എല്ലാവരും ഓടി വരികയാണ്. ഓടി വന്നുകൊണ്ടതാ നേഴ്സ് കൊണ്ടുവന്ന കുട്ടിയെ ഇങ്ങനെ വാങ്ങുമ്പോ ഞാനതാ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുകയാണ്. ആഹ്ലാദം കൊണ്ട് സന്തോഷിക്കുകയാണ്. ഉടനെ എന്റെ ഫോണിലുള്ള സർവ്വ നമ്പറുകളിലേക്കും ഞാൻ ഓൾ മെസ്സേജ് നൽകുകയാണ്. എനിക്കൊരു അനുഭവം പറഞ്ഞോ, എനിക്കൊരു പെൺകുട്ടിയുണ്ടായി എന്ന സന്തോഷം അറിയിക്കുകയാണ്. ഉടനെ ലഡു വിതരണം ചെയ്യുകയാണ്, മുട്ടായി വിതരണം ചെയ്യുകയാണ്. പക്ഷേ എല്ലാവരും ചിരിക്കുമ്പോ അന്തല്ലദീ വലദതുക ഉമ്മുക ബാഖിയാ, എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ പൊന്നുമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വന്ന നീ അതാ നേഴ്സിന്റെ കയ്യിലിരുന്നും പിന്നെ നിന്റെ കുടുംബക്കാരുടെ കൈകളിലിരുന്നും അതാ കരയുകയല്ലയോ, ഈ കുട്ടി കരയുകയല്ലയോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാര് പഠിപ്പിക്കുകയാണ്, അന്ന് നീ ഗർഭാശയത്തിൽ നിന്ന് വന്നപ്പോ കരഞ്ഞുകൊണ്ടാണ് വന്നത്. ചുറ്റും കൂടി നിന്നവരൊക്കെ ചിരിക്കുകയായിരുന്നു. ഇന്നോ നീ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുകയാ.
ഖബറിലാകുന്ന സ്വദേശത്തേക്ക് തിരിക്കുകയാണ്. നിന്റെ പ്രവാസ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വേളയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വിനോദത്തിന്റെ വിരഹദുഃഖം താങ്ങാനാവാതെ നിന്റെ ഉറ്റവരും ഉടയവരും നിന്റെ ചുറ്റും നിന്നുകൊണ്ട് വിലാപകാദ്യങ്ങൾ ഉരുവിടുമ്പോ സങ്കടം താങ്ങാനാവാതെ പൊട്ടി കരയുമ്പോ നീ ചിരിച്ചുകൊണ്ട് പോകണേ, ചിരിച്ചുകൊണ്ട് പോകണേ. മഹാന്മാര് പഠിപ്പിക്കുകയാണ്, സർവരാജാതിരാജരായ റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ, പാപികളാണ് റബ്ബേ, നിന്റെ ദീൻ ചർച്ച ചെയ്യുന്ന സദസ്സാണ്. ഈ സദസ്സിൽ ഒരുപാട് ഉപ്പമാരുണ്ട്, നിക്കറുകൾ ചൊല്ലുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ആലിമീങ്ങളുണ്ട്. അല്ലാഹുവേ, ദീനിന്റെ കാവൽപടന്മാരായ ചെറുപ്പക്കാരുണ്ട്, യുവതികളുണ്ട്, യുവാക്കളുണ്ട്, നിഷ്കളങ്കരായ കുഞ്ഞുമക്കളുണ്ട്. ഇവരുടെ ബറക്കത്തുകൊണ്ടും ആമീനിന്റെ ബറക്കത്തുകൊണ്ടും ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, അനുവദിക്കപ്പെട്ട സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. കാതലായ വിഷയം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ മരിച്ചു കഴിഞ്ഞാലോ, ഒരു കാലത്ത് പഞ്ചായത്ത് ഭരിച്ചിരുന്ന പ്രസിഡന്റാണ് എന്റെ പിന്നിലുള്ളത്. 10-13 വർഷക്കാലം അനങ്ങാൻ കഴിയാതെ വീട്ടിൽ നിന്ന് വേച്ചിറങ്ങി വന്ന മനുഷ്യനാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലോ ഈ പ്രസിഡന്റ് അങ്ങ് മരിച്ചോ, പിന്നെ പ്രസിഡന്റ് മരിച്ചു എന്ന് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയൂലല്ലോ. ഖാലിദ് ഉവൈസി മരിച്ചിട്ട് വീടിന്റെ മുമ്പിലുള്ള കട്ടിലിലങ്ങ് കിടത്തിയാൽ ഖാലിദ് ഉവൈസിനെ എപ്പോഴാ എടുക്കുക എന്ന് ആരും ചോദിക്കൂലല്ലോ. ദാറുസ്സലാമിന്റെ ഇമാമായ നഈമി ഉസ്താദ്, അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അങ്ങ് മരണപ്പെട്ടാൽ നഈമിനെ എപ്പോഴാ കൊണ്ടുപോകുന്നത് ആരും ചോദിക്കൂലല്ലോ. ഉവൈസിയുടെ പേര് മാറിപ്പോയി, പ്രസിഡന്റിന്റെ പേര് മാറിപ്പോയി, ഖാസിമി ഉസ്താദിന്റെ പേരും മാറിപ്പോയി. എല്ലാവരുടെയും പേരെന്താണ്? മയ്യിത്തെന്ന് മാത്രമാണ്. അതേ തലകടയിൽ ഭാര്യയോടൊന്നിച്ച് ചുട്ടിപ്പുറന്ന് ചുടുചുംബനം നൽകിയ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അതാ പെണ്ണുമോളാണ്. അതേ പലതും വിളിച്ചതാണ്. പക്ഷേ ഇന്ന് ഞാൻ മയ്യിത്തെന്ന് വിളിക്കേണ്ടി വന്നല്ലോ, പേര് മാറിയല്ലോ. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിന്റെ പൊള്ളിടുന്ന ചൂട് തിന്നും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിന്റെ മേലെ പൊള്ളിടുന്ന ചൂട് തിന്നും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ, ഉടൻ മയ്യിത്തെന്ന നാമമായി നാമിക്കുമേ. വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ, ഉടൻ മയ്യിത്തെന്ന നാമമാക്കുമേ. പൊന്നൂപ്പയെന്ന വിളിയും മക്കൾ മാറ്റുമേ, നിന്നുറ്റവർ പോലും പാടുമേ, നിന്നുറ്റവർ പോലും പാടുമേ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്തൊരവസ്ഥയാണല്ലോ. അതാ ഞാനിങ്ങനെ മരിച്ചു കിടക്കുമ്പോ നാം ഓരോരുത്തരും അതാ
മരിച്ചിങ്ങനെ കിടക്കുമ്പോ ഞാനെല്ലാ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിശേഷം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൽബിലേക്ക് നമ്മുടെ വെല്ലുപ്പ മരിച്ചപ്പോ, വാപ്പ മരിച്ചപ്പോ കിടത്തിയ റൂമുണ്ടല്ലോ, ഹാളുണ്ടല്ലോ, അത് നമ്മുടെ കൽബിലൊന്ന് തെളിഞ്ഞു വരട്ടെ. ആ കട്ടിലിനത കിബിലയ്ക്ക് അഭിമുഖമായി നമ്മ ഇങ്ങനെ കിടക്കുകയാണല്ലോ. അതാ കൂട്ടുകുടുംബാദികൾ പലരും വരുന്നുണ്ട്, നാട്ടുകാർ വരുന്നുണ്ട്, നാമുമായി ഭൗതിക ജീവിതത്തിൽ ബന്ധം പുലർത്തിയ പലരും വരുന്നുണ്ട്. എല്ലാവരും വരുന്നു. അതാ തുണിമെല്ലയൊന്ന് മുഖത്തു നിന്ന് മാറ്റി കാണുന്നു. കാണാൻ പറ്റുമോ ഇല്ലയോ? ഇസ്ലാമിക മാനമെന്താണ്? അത് പള്ളിയിലെ ഉസ്താദ് ഇൻഷാ അല്ലാഹ് മയ്യിത്ത് പരിപാലന ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അതേസമയം ചില ആളുകൾ ഇങ്ങനെ കാണുന്നു, മടങ്ങുന്നു. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും സമയം കഴിയുമ്പോ പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് വരുന്നു, അല്ലെങ്കിൽ ഖത്തീബ് ഉസ്താദ് വരുന്നു. മയ്യിത്ത് എടുത്തോളോ, കുളിപ്പിക്കാൻ എടുക്കുകയല്ലയോ? അതാ എടുക്കുകയാണ്. നമ്മുടെ റൂമിന്റെ ഇടുങ്ങിയ റൂമ് നാം വീട് പണിയുമ്പോ മയ്യിത്ത് കുളിപ്പിക്കാനുള്ള ഒരു റൂമിന്റെ സൗകര്യം ശ്രദ്ധിക്കാറുണ്ടല്ലോ. ആ റൂമിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ കട്ടിലിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ്. താങ്ങി എടുക്കുമ്പോ എന്റെ മക്കളും കൂടെയുണ്ട്, ജ്യേഷ്ഠന്മാർ കൂടെയുണ്ട്, കുടുംബക്കാർ പലരുമുണ്ട്. ഞാനിങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. ഇന്നലെ എന്റെ വീടിന്റെ മൂലയുള്ള ഷവറിൽ നിന്ന് സ്വന്തമായി ഞാനിങ്ങനെ കുളിച്ചതാണ്. ഹീറ്റ് വാട്ടർ വേണമെങ്കിൽ പ്രത്യേകമായ സ്വിച്ചുണ്ടായിരുന്നു, കൂൾ വാട്ടർ വേണമെങ്കിൽ അതിനും പ്രത്യേകമായ സ്വിച്ചുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു കപ്പ് വെള്ളം സ്വന്തമായി ഒഴിക്കാൻ കഴിയാതെ ഞാനതാ ഇങ്ങനെ കിടക്കുമ്പോഴാണ് എന്റെ മക്കളെന്നെ താങ്ങിയെടുക്കുകയാണ്. കബറിലെ അതാ കുളിപ്പുറയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഞാനിങ്ങനെ പറയുകയാണ്, മക്കളെ ബാപ്പാനെ ഒന്ന് മെല്ലെ എടുക്കണോ. ഒരുപാട് സദസ്സുകളിൽ പ്രഭാഷണത്തിന് പോയി രാത്രി മടങ്ങി വരുമ്പോ നിന്ന് പ്രസംഗിച്ചതിന്റെ പേരിൽ കാലുകൾക്ക് വേദനയുണ്ടായി എന്ന് പറഞ്ഞപ്പോ എന്റെ രണ്ട് കാലുകളിലും ഇരുന്ന് രണ്ടുപേരും തിരുമ്പി തന്നില്ലയോ, തടവി തന്നില്ലയോ? എന്നാൽ ഇന്ന് എനിക്ക് ശരീരം മുഴുവനും വേദനയാണ് മക്കളെ. പക്ഷേ ഒന്ന് തടവിത്തരണമെന്ന് പറയാൻ പൊന്നിപ്പാന്റെ നാട് കൊണ്ടുന്നില്ല മക്കളെ. അതാ വന്നിങ്ങനെ കിടക്കുകയാണ്. എല്ലാവരും പിന്നിലായി പുറത്തായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മയ്യിത്ത് കുളിപ്പിക്കുകയാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, അവസാനം കുളിപ്പിച്ചു, ഒളിപ്പിച്ച് ഒരു ഇതാറോ കമീസോ ധരിപ്പിച്ച് എന്നെ അതാ വീടിന്റെ മുൻവശത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്ന് കിടത്തിയൊരു പായില് അതാ 3 കഫം കൂടെ വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അങ്ങ് പൊതിയുകയാണ്. എന്റെ കണ്ണിലും മൂക്കിലും നെറ്റിത്തടത്തിലും അതാ സുഗന്ധം ഉപയോഗപ്പെടുത്തിയ കർപ്പൂരവുമൊക്കെ ഉപയോഗപ്പെടുത്തിയ പഞ്ഞി ഇങ്ങനെ വെക്കുകയാണ്. 5 അണക്കല്ല് പൊടിച്ചിട്ട പഞ്ഞി ഇങ്ങനെ വെക്കുകയാണ്. അവസാനമായി എന്റെ മുഖം മാത്രമേ ഇനി മൂടാറുള്ളൂ. ആ സമയത്താണ് അള്ളാഹുവിന്റെ ദീൻ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. നമ്മുടെ നാട്ടിനടപ്പ് പറയാം. ജീവിതകാലത്ത് അന്യൊരു പുരുഷന് അന്യൊരു പെണ്ണിനെ കാണല് ഹറാമായതുപോലെ അവര് മരിച്ചാൽ അവരുടെ ജനാസ കാണലും ഹറാമാണ് കേട്ടോ. ഇതാണ് ഇസ്ലാമിക നിയമം. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ നടപ്പ് അതാണ് എന്ന് നമുക്ക് പരസ്പരം ഇവിടെ പറയാം. പക്ഷെ ഖബറിൽ രക്ഷപ്പെടൂല കേട്ടോ. സാന്ദ്രപ്പെടുത്തിയതാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് പലരും വന്ന് കണ്ടുപോയി. അവസാനം എന്റെ പൊന്നുമക്കളാണ്. ഖാലിദ് ഉവൈസിക്ക് 3 മക്കളുണ്ട്. നമുക്ക് പലർക്കും പല രീതിയിൽ മക്കളുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ്. കണ്ടു കൊതിനീരാത്ത പൊന്നുപ്പയാണ്. അവസാനമായി യാത്ര പറയുകയാണ്. ഉപ്പാറെ ഒന്ന് കാണാൻ അതാ 1-2 ആളുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടുവരുമ്പോ നാട്ടിലെ ഒരു കാരണവൻ ആ കുട്ടിയെ തടഞ്ഞിട്ട് പറയുന്നു, കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോകരുത്, കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോകരുത്
എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴാണ് ആ കാർന്നവര് പറയുന്നത്, ആ വാപ്പാന്റെ മുഖത്ത് കണ്ടില്ലേ അഞ്ചനക്കല്ലിന്റെ പൊടി, മൂക്കിൽ പഞ്ഞിയല്ലേ, വാപ്പാനെ കണ്ട് കുട്ടി പേടിച്ചു പോയാലോ, കുട്ടി പേടിച്ചു പോയാലോ, അതാ കുഞ്ഞിനെ തടയുകയാണ്. എന്റെ പൊന്നു മക്കള്, കഴിഞ്ഞ ദിവസവും രാത്രിയും എനിക്ക് ഉപ്പാന്റെ ചാരത്ത് കിടക്കണം, ഉപ്പാന്റെ കയ്യിൽ എനിക്ക് തലവെച്ച് കിടക്കണം എന്ന് പറഞ്ഞ് എന്റെ ശരീരത്തോടൊട്ടിച്ചേർന്ന് കിടന്ന ഞാനിന്ന് വീട്ടിൽ നിന്ന് ഈ സദസ്സിലേക്ക് വരുമ്പോഴും എന്റെ കവിൾത്തടങ്ങളിൽ ചുംബനം നൽകി പോയി വരുമോ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് മറക്കിയേച്ച എന്റെ പൊന്നു മക്കളുണ്ടല്ലോ, ഞാനങ്ങ് മരിച്ച എന്നെ കുളിപ്പിച്ച് കഫംകുടയിലേക്ക് പൊതിയാൻ തുടങ്ങിയ എന്റെ പൊന്നുമക്കളെ പിന്നെ എന്റെ മുഖം കാണിക്കുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനമായി ആ മുഖവും മൂടി അതാ തലയുടെ ഭാഗവും കെട്ടി ഉസ്താദ് യാസീനോട് ദുആ ചെയ്ത് അതാ പഞ്ചലിലേക്ക് എടുത്തു വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാ പള്ളിക്കാട്ടിലേക്ക് നടക്കുകയാണ്, പള്ളിയിലേക്ക് നടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ കൽവിൽ കടന്നു വരേണ്ട ഒരു ചിത്രമുണ്ട്. ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മുടെ വീടിന്റെ പൂമുഖമെന്ന് ഓർമ്മ വരട്ടെ, കുറ്റമെന്നോർമ്മ വരട്ടെ, റോഡിലേക്ക് ഇറങ്ങുന്ന ഇടവഴി നമ്മുടെ കൽവിലൊന്ന് തെളിഞ്ഞു വരട്ടെ. ആ ഇടവഴിയുണ്ടല്ലോ, ഇന്നലെ ഞാൻ നടന്നുപോയത് നിലയാണ്, ഓടി നടന്നത് നിലയാണ്. പക്ഷേ എന്റെ കാറ് ഷെഡിലുണ്ടല്ലോ, എന്റെ ബൈക്ക് ഷെഡിലുണ്ടല്ലോ, അത് പോർച്ചിലിപ്പോൾ വിശ്രമിക്കുകയാണല്ലോ. എന്റെ കാലെനിക്ക് ഫലപ്പെടുന്നില്ല. ടയറില്ലാത്ത പള്ളിയിൽ നിന്ന് അതേ ഏറ്റവും പാവപ്പെട്ടവനെ കൊണ്ടുപോയ, ഏറ്റവും സമ്പന്നനെ കൊണ്ടുപോയ, അധികാരം നോക്കാതെ ധനാഢ്യനെന്നോ നോക്കാതെ സമ്പത്തമോ സന്താനങ്ങളോ പ്രൗഢിയോ പ്രധാനമോ ഒന്നും നോക്കാതെ എല്ലാവരെയും കൊണ്ടുപോകുന്ന പള്ളിയിലുള്ള ആ പൊതുമുതലായ വാഹനമുണ്ടല്ലോ, അതിലേക്കെന്നെ എടുത്തു വച്ചല്ലോ. അതാ പള്ളിക്കാട്ടിലേക്ക് നടക്കുകയാണ്, ഇടവഴിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി, ഖാലിദേ. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുന്ന, എനിക്ക് തിരിഞ്ഞു നോക്കണമെന്നുണ്ട്, ആരാണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണമെന്നുണ്ട്. പക്ഷേ അനങ്ങാൻ കഴിയുന്നില്ലല്ലോ. ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്, എന്റെ ഉപ്പാന്റെ ശബ്ദമാണ്, ഉമ്മാന്റെ ശബ്ദമാണ്. ഖാലിദേ, നീ പോകുന്നോ മോനെ? ഇത്ര ചെറുപ്പത്തിലെ ഞങ്ങളെ മാതാപിതാക്കളെ ഒഴിവാക്കി, കുടുംബങ്ങളെ ഒഴിവാക്കി യാത്രയാകുന്നോ ഖാലിദേ? അവരുടെ കരച്ചിൽ തീരുമ്പോഴേക്ക് അതാ 3 കുരുന്നു മക്കളുടെ കരച്ചിലാണ്. അബീ അബീ, ഉപ്പാ. ഇനി ഞങ്ങൾ ഏതോ അനാഥാലയത്തിലെ അനാഥ കുട്ടികളാകാൻ പോകുന്നല്ലോ ഉപ്പാ. ഏതോ അനാഥാലയത്തിലേക്കുള്ള മക്കളാക്കി മാറ്റിയിട്ട് ഞങ്ങളെ വിട്ടു പോകുമ്പോ ഉപ്പാ. ഇനി ഞങ്ങളാരോട് കുശലം പറയാനാണ്, ഞങ്ങളിനി ആരോട് സങ്കടം പറയാനാണ്, ഇനി ഞങ്ങളിനി ആരോട് തമാശ പറയാനാണ്? ഏത് കൂട്ടുകാരും ഞങ്ങളെ കൈവിടിയുമ്പോ, നാട്ടുകാര് തള്ളിവിടുമ്പോ ഉപ്പാ, അന്ന് ഞങ്ങളെ വിട്ടു പോകുമ്പോ അവിടെ നിന്നുകൊണ്ട് കരയുകയാണ്. ആ സമയത്താണ് 2-3 സ്ത്രീകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അതാ ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ് എന്റെ വീടിന്റെ വാതിക്കലേക്ക് നടന്നു വരികയാണ്. അവിടെ നിന്നുകൊണ്ട് പുറത്തേക്ക് ചുമന്നുകൊണ്ട് പോകുന്ന മയ്യത്ത് കെട്ടിൽ കിടക്കുന്ന ജനാസയിലേക്ക് നോക്കിയിട്ട് ഇക്കാ പോകുമ്പോ ഇക്കാ. 1000 ആശകളെ കൊണ്ട് അമ്മാനമാറണമെന്ന ആശയുണ്ടായിരുന്നു. പക്ഷേ ജീവിച്ചു കൊതിരീരുന്നതിന്റെ മുന്നേ ഈ ചെറിയ 3 മക്കളെയും അനാഥരായി എന്റെ കൈകളിൽ ഏൽപ്പിച്ച്, ഈ വയസ്സരായ മാതാപിതാക്കളെയും എന്നെ ഏൽപ്പിച്ച് നേരത്തെ യാത്രയാകുന്നോ? ചെറുപ്പ
ചെറുപ്പക്കാരിയായ എന്റെ പെണ്ണിന്റെ കരച്ചിലാണ്, എന്റെ ഭാര്യയുടെ രോദനമാണ്. തിരിച്ചു മറുപടി പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. അതേ ബാങ്കിന്റെ വിളിക്ക് കിട്ടവൻ തിരിഞ്ഞേ, വിളിക്കാതെ വന്നവ നിന്നിതാ കിടക്കുന്നേ. ചെവിയോട് മറ്റ് ചെവിശലാം പറയുന്നേ, കണ്ണോട് കണ്ണും സ്ഥിതി കാണേ പൊന്നേ. അല്ലാഹുവിന്റെ പള്ളി വിരാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി കേട്ടിട്ട് മറുപടി കൊടുക്കാത്തവൻ ബാങ്കിന്റെ ധ്വനി കേട്ടവനാണ്, പക്ഷേ മറുപടി കൊടുത്തില്ല. ഇന്നോ ബാങ്ക് കൊടുക്കാതെ അതാ പള്ളിയിലേക്ക് വരികയാണ്. പള്ളിയിൽ കൊണ്ടുവന്ന് അവന്റെ മേൽ നിസ്കരിക്കുകയാണ്. അതേ, ഞാൻ ചുരുക്കി പറയട്ടെ, ഖബറിലേക്ക് എടുക്കുകയാണ്. സയ്യിദുനാ അബൂ ദർഉൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അതാ ഒരു മയ്യിത്ത് ചുമന്നുകൊണ്ട് പോവുകയാണ്. ആ മയ്യിത്ത് ആരുടേതാണെന്നറിയോ? ഖൈബർ യുദ്ധത്തിൽ ഖൈബർ കോട്ടയുടെ കവാടം പിടിച്ചുകൊണ്ട് ഖൈബറിന്റെ ശത്രുപക്ഷത്തെ കിടിലം കൊള്ളിച്ച ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പത്നിയായ ബീബി ഫാത്തിമത്തുസ് സുഹ്റാ റളിയല്ലാഹു അൻഹയുടെ ജനാസ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഹസൻ ഹുസൈൻ തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ഫാത്തിമ ബീവിയുടെ ജനാസ അതാ ജന്നത്തുൽ ബഖീഇലേക്ക് കൊണ്ടുവരുമ്പോ, മദീനയുടെ തൊട്ടുകാര ജന്നത്തുൽ ബഖീഇലേക്ക് കൊണ്ടുവരുമ്പോ അബൂ ദർഉൽ ഗഫാരി തങ്ങളാണ് മുന്നിലുള്ളത്. ഈ ജനാസ ഇങ്ങനെ ചുമന്നുകൊണ്ടുവന്നു ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് അബൂ ദർഉൽ ഗഫാരി തങ്ങളുടെ ഒരു ചോദ്യമാണ്, ഹൽ തഅരിഫു ഹാദിഹിൽ ജനാസത്തു യാ ഖബറോ, ഓ ഖബറേ, ഈ ജനാസ ആരുടേതാണെന്നറിയുമോ? ഖബറേ, ഈ ജനാസ ആരുടേതാണെന്നറിയുമോ? ഖബറേ, ഇത് ഹബീബായ നബിയുടെ മദീനയുടെ മഹാരാജാവിന്റെ പൊന്നുമോളുടെ ജനാസയാണ്. ഖബറേ, ഇത് വള്ളിപ്പുലിയരിയാരാണ് ഹൈദർ അലിയുടെ, ഹൈദറിന്റെ രാജകുമാരനായ അലിയാരി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജനാസയാണ്. ഖബറേ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കർബലായുടെ രണഭൂമിയിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ശിരസ്സടക്കം ഛേദിക്കപ്പെട്ട ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട പേരക്കിടാവ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ പ്രിയപ്പെട്ട മാതാവിന്റെ ജനാസയാണ്. ഖബറേ, വേണ്ടതുപോലെ പരിഗണിക്കണേ ഖബറേ, വേണ്ടതുപോലെ പരിഗണിക്കണേ ഖബറേ, നല്ല സ്വീകരണം നൽകണേ ഖബറേ എന്ന് ഖബറിനോട് അബൂ ദർഉൽ ഗഫാരി തങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ ആ ഖബർ തിരിച്ചു പ്രതികരിക്കുകയാണ്, ഓ അബൂ ദർറേ, നീ എത്ര വലിയ പ്രവാചകന്റെ മകളുടെ ജനാസ കൊണ്ടുവന്നാലും, എത്ര വലിയ പ്രവാചക പത്നിയുടെ ജനാസ കൊണ്ടുവന്നാലും, ഏത് വള്ളിപ്പുലിയല്ലാരുടെ ഭാര്യയുടെ ജനാസ കൊണ്ടുവന്നാലും, ഹസൻ ഹുസൈൻ തങ്ങളുടെ മാതാവിന്റെ ജനാസ കൊണ്ടുവന്നാലും, എത്ര വലിയ രാജ്ഞിയുടെ സിംഹാസനത്തിലിരുന്ന് രാജവാഴ്ച നടത്തുന്ന രാജ്ഞിയുടെ ജനാസ കൊണ്ടുവന്നാലും, രാജകുമാരിയുടെ ജനാസ കൊണ്ടുവന്നാലും ഞാൻ പരിഗണിക്കില്ല അബൂ ദർറേ, ഞാൻ പരിഗണിക്കില്ല അബൂ ദർറേ, ഞാൻ സ്വീകരിക്കില്ല അബൂ ദർറേ. എന്റെ അടുത്ത് പരിഗണന വേണോ? ഖബറാകുന്നതാൽ രാജകീയമായ സ്വീകരണം നൽകാം, പക്ഷേ അവരാരായിരിക്കണമെന്നറിയുമോ? അബൂ ദർറേ, ഈ ഭൗതികമായ ലോകത്ത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും, അനങ്ങുമ്പോഴും അവങ്ങുമ്പോഴും, ശ്വസിക്കുമ്പോഴും ഉച്ഛസിക്കുമ്പോഴും, ഒഴിയുമ്പോഴും മടങ്ങുമ്പോഴും, അതേ മനുഷ്യന്റെ ചലനനിശ്ചലനങ്ങളില്, ജീവിതത്തിന്റെ വിവിധ മേഖലകളില് എനിക്കൊരു ഖബറുണ്ട്, എനിക്കൊരു മഹ്ശറയുണ്ട്, എനിക്കൊരു യജമാനനുണ്ട്, എനിക്കൊരു പ്രവാചകനുണ്ട്. എനിക്കെന്റെ ജീവിതത്തിനെ കുറിച്ച്, എന്റെ അടക്കത്തെക്കുറിച്ച്, എന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കോടതിയുണ്ടല്ലോ, ആ കോടതിയിലേക്ക് എന്നെ കൊണ്ടുപോകുമല്ലോ, ആ
കോടതിയിൽ എന്റെ ജീവിതത്തിന്റെ സകലമായ പ്രശ്നങ്ങളും പ്രതിപാദിക്കുന്ന യജമാനന്റെ കോടതിയിൽ ഞാനെന്റെ മറുപടി പറയും റബ്ബേ എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ എന്റെ ജീവിതം തർപ്പാണം നടത്താൻ, യജമാനന്റെ മുമ്പിൽ എന്റെ ജീവിതം സമർപ്പിക്കാൻ ചിന്തിച്ചു ജീവിച്ച ഒരു മനുഷ്യനുണ്ടെങ്കിൽ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ഒരു മനുഷ്യനുണ്ടെങ്കിൽ, അവന്റെ ജനാസയെ ഖബറിലേക്ക് കൊണ്ടുവന്നാൽ നല്ല സ്വീകരണം നൽകാൻ അബൂദർറേ ഭാര്യ റസൂലിന്റെ ഭാര്യയെന്ന, റസൂലിന്റെ മകളെന്ന, റസൂലിന്റെ മരുമകളെന്ന പരിഗണനയില്ല അബൂദർറേ, അരിയാറ് ഞങ്ങളുടെ ഭാര്യ എന്ന പരിഗണനയില്ല അബൂദർറേ. ഖബർ അബൂദർ ഗഫാരി തങ്ങളോട് പ്രതികരിച്ചത് ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ബീബി ഫാത്തിമത്തു സുഹ്റ. എന്റെ ഉമ്മമാരെ, നാളെ അല്ലാഹുവിന്റെ മഹ്ശറയിൽ വെട്ടം തിരിയുമ്പോ ഒന്ന് രക്ഷപ്പെടാൻ കഴിവില്ലാതെ യജമാനന്റെ കോടതിയിൽ ചുട്ടുകൊള്ളുന്ന സൂര്യന്റെ ചൂടിന് ഇന്ന് ഞാൻ ഈ സദസ്സിൽ നിന്ന് വിയർത്തൊലിക്കുകയാണ്. അതേ കോടാനുകോടി കിലോമീറ്റർ മേലെ നിൽക്കുന്ന ഉദയസൂര്യന്റെ ഈ പാതിരാവിലുള്ള സൂര്യന്റെ താപം എന്നിലേക്ക് ആർത്തിരമ്പുകയാണ്, വിയർത്തൊലിക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് കിലോമീറ്റർ മേലെ നിൽക്കുന്ന സൂര്യനെ ഒരു ചാണ്ട് മേലെ കൊണ്ടുവന്നുകൊണ്ട് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, അല്ലാഹുവിന്റെ ചോദ്യമാണ്, അല്ലാഹുവിന്റെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. എന്നെ അതാ വിധിക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ്. നിയമനിർമ്മാണ സഭകൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ ഉച്ചാരിച്ചു നിൽക്കുമ്പോൾ അല്ലാഹു എന്നെ ചോദ്യം ചെയ്യുകയാണ്. ആ കോടതിയിൽ രക്ഷപ്പെടാൻ, ആ കോടതിയിൽ മറുപടി പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരികളെ, ഉമ്മമാരെ, ആ വല്ലാത്ത ഒരു മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിൽ ഓരോ പെങ്ങളെയും കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയേണ്ട നായിക അത് മഹദിയായ ഫാത്തിമത്തു സുഹ്റ, ഹബീബിന്റെ പൊന്നുമോളായ ഫാത്തിമത്തു സുഹ്റ. ആ ഫാത്തിമ ബീവിയുടെ ജനാസ കൊണ്ടുവരുമ്പോഴാണ് ഖബർ പടപടച്ചതെങ്കിലോ, ഖബർ പ്രതികരിച്ചതെങ്കിലോ, ജീവിതത്തിൽ ഹറാമുകളുമായി മാത്രം ബന്ധപ്പെടുന്ന, വിശേഷ പ്രവർത്തനങ്ങളുമായി മാത്രം ബന്ധപ്പെടുന്ന എന്റെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോയാൽ, നമ്മുടെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോയാൽ ഖബറിന്റെ പ്രതികരണം എന്താണ്? എനിക്കൊരുപാട് പറയാനുണ്ട്, പക്ഷേ സമയം എനിക്ക് അനുവദിച്ച സമയം കഴിയുകയാണ്. ഞാൻ ചുരുക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറു സംഭവം ഓർമ്മപ്പെടുത്തുകയാണ്. ഖബറിലേക്ക് വെച്ചാൽ ആ ഖബറിൽ നമുക്ക് സന്തോഷം ലഭിക്കണം, ആ ഖബറിൽ നമുക്ക് ആനന്ദം ലഭിക്കണം, ആ ഖബറിൽ നമുക്ക് സ്വർഗീയ അനുഭൂതികൾ ലഭിക്കണം. അർഹമുർ റഹീമായ റബ്ബ് അല്ലാഹുവിന്റെ ഈ ഭൗതികമായ ലോകത്ത് അവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോ അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാനും അവന്റെ പൊരുത്തത്തിലായി മരിക്കാനും സാധുക്കളായ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ക്ഷീണമില്ലെങ്കിലും എഴുന്നേറ്റ് ഈ സദസ്സിന്റെ മുന്നിലോട്ടൊന്ന് നടന്നു വരണം. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ സംഭവം ബറക്കത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു സദസ്സിൽ പ്രസംഗിച്ച് യാത്രയായതാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷാഹുൽ ഹമീദ് റഹ്മാന്. ഇന്ന് ഖബറിലാണ്. എന്റെ കഥ എനിക്കറിയില്ല, നമ്മിൽ ആരുടെയും കഥ ആർക്കും അറിയില്ല. അർഹമുർ റഹീമായ റബ്ബ് ഓശാരമായി അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാനും അതിനായി മരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കണം, മുസ്ലിമായി മരിക്കണം. ഒരു സംഭവം ബർക്കത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ടതാ. ബദറിന്റെ യുദ്ധക്കളത്തിൽ സന്തോഷമായ അനുഭൂതിയാണുണ്ടായത്, അനുഭവമാണുണ്ടായത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അതാ ഉഹദിന്റെ യുദ്ധക്കളത്തിലേക്ക് പോകാൻ സ്വഹാബത്തിന് അതാ പ്രചോദനം നൽകുകയാണ്. സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാക്കളെ, ബദറിൽ ശത്രുക്കൾ കേറ്റിയ പരാജയത്തിന്റെ പരിഹാരം നാളെ ഉഹദ് രണാങ്കളത്തിൽ ശത്രുപക്ഷം ആർത്തടിക്കാൻ സാധ്യതയുണ്ട്. ഇസ്ലാമിനെതിരെ ഘോരഘോരമായ പടപൊരുതാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം ഓരോരുത്തരും ശ്രദ്ധയോടെ ശ്രദ്ധാലുക്കളായി ഉഹദിന്റെ രണാങ്കളത്തിലേക്ക് പോകണം. ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കണം. നമ്മുടെ ചലനങ്ങൾ വളരെ ജാഗ്രതയോടെയായിരിക്കണം. ഉഹദിന്റെ രണാങ്കളത്തിൽ ധീരമായ രക്തസാക്ഷിത്വം വഹിക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരണം. മരണമാണ് സർവ്വതിന്റെയും കവാടം. സർവ്വതിന്റെയും കവാടം മരണമാണ്. യഥാർത്ഥ ജീവിതത്തിന്റെ കവാടം മരണമാണ്. ആ ഖബറിലേക്കാണ് പോകേണ്ടത്. ആ മരണത്തിനാളെ മുഖാമുഖം കാണുമ്പോൾ എല്ലാ സ്വഹാബത്തിന്റെയും ഈമാൻ ആവേശത്തോടെ മുന്നോട്ട് വരണം. ശത്രുപക്ഷങ്ങളെ അടിക്കടി കീഴടക്കണം. ഇസ്ലാമിന്റെ വർണ്ണപതാക ഉഹദിന്റെ രണാങ്കളത്തിൽ പാറിപ്പറത്തണം. അതിനുവേണ്ടി ധീരമായ പടയോട്ടത്തിന് തയ്യാറാവണം. സ്വഹാബത്തിന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവേശം നൽകിക്കൊണ്ടിരിക്കുമ്പോ അതാ ഒരു പാവപ്പെട്ട സ്വഹാബി സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു അതാ വീട്ടിലേക്ക് നടന്നു വരികയാണ്. ദരിദ്രനായ സ്വഹാബി, അന്നത്തിന് വകയില്ലാത്ത പാവപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നുകൊണ്ടതാ തന്റെ മുറിയായ വാളെടുക്കുകയാണ്. തന്റെ പകുതി മുറിഞ്ഞ വാളെടുക്കുകയാണ്. അതാ മൂർച്ച കൂട്ടുകയാണ്. കത്തിത്തിളങ്ങുന്ന കൃപാണമായി രൂപാന്തരപ്പെടുകയാണ്. അതാ തന്റെ ചെറിയ ഒരു വാഹനത്തെ സജ്ജമാക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരിയായ ഭാര്യയെ വിളിച്ചുകൊണ്ട് ആ ഭാര്യയെ കെട്ടിപ്പുണർന്നുകൊണ്ട് പറയുകയാണ്, പെണ്ണേ, നാളെ പ്രഭാതത്തിൽ സൂര്യന്റെ ഉദയത്തോടെ ഉഹദിന്റെ അടക്കളത്തിലേക്ക് കടനാടാൻ ഹബീബിന്റെ പിന്നിൽ ഞാൻ യാത്രയാവുകയാണ്. അല്ലാഹു വിധിച്ചാൽ തിരിച്ചു വരുന്നില്ലെങ്കിലോ, അല്ലാഹുവിന്റെ വിധി രക്തസാക്ഷിത്വമാണെങ്കിൽ നാളെ ഉഹദിന്റെ അടക്കളത്തിൽ ഞാൻ രക്തസാക്ഷിത്വം വഹിക്കും. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം. അതാ തന്റെ പ്രിയപ്പെട്ട കുരുന്നു മക്കളെ വിളിക്കുകയാണ്. ആ മക്കളുടെ പിഞ്ചിളം കവിളുകളിലേക്ക് നോക്കുമ്പോ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് തങ്ങളുടെ കൽബ് പിടയ്ക്കുകയാണ്. ആ പൊന്നുമക്കളുടെ കവിൾത്തടങ്ങൾ ചുംബനം നൽകിയിട്ട് പറയുന്നു, മക്കളെ, നാളെ യുദ്ധത്തിന് പോകുന്നു, മടങ്ങി വരുമെന്ന് പ്രതീക്ഷയില്ല മക്കളെ. അല്ലാഹു വിധിച്ചാൽ സ്വർഗത്തിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞ് അതാ മക്കളെ സമാധാനിപ്പിച്ചുറക്കിയിട്ട് ഭാര്യയോട് ഉറങ്ങാൻ കിടക്കാൻ പറഞ്ഞിട്ട് ഒരു മുസല്ല വിരിച്ചു നിസ്കാരത്തിലേക്ക് നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇതെന്റെ അവസാന രാത്രിയാകാം, ഇതെന്റെ അവസാന നിസ്കാരമാവാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഒരുപാട് നിസ്കരിക്കുകയാണ്. അവസാനമതാ കിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് രണ്ട് കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അണ്ടകടാഹങ്ങളുടെ അധിപനായ അല്ലാഹുവിനെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് വിളിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ പ്രതിഭാശാലിയായ റബ്ബേ, അല്ലാഹുമ്മ ർസുഖ്നീ ഷഹാദ വലാ തർദന്നീ ഇലാ ഹുനീ. അല്ലാഹുമ്മ ർസുഖ്നീ ഷഹാദ, അർഹമുർ റഹീമായ അല്ലാഹ്, നാളെ ഉഹദിന്റെ രണാങ്കളത്തിൽ നിന്ന് എന്റെ ഭാര്യയിലേക്ക് എനിക്ക് മടങ്ങണ്ട അല്ലാഹ്, എന്റെ കുഞ്ഞുമക്കളിലേക്ക് എനിക്ക് മടങ്ങണ്ട അല്ലാഹ്, ഈ ഭൗതികമായ ലോകത്തിന് ജീവിക്കണ്ട അല്ലാഹ്. അല്ലാഹുമ്മ ർസുഖ്നീ ഷഹാദ, ഉഹദിന്റെ രണാങ്കളത്തിൽ എനിക്ക് രക്തസാക്ഷിത്വം നൽകണേ അല്ലാഹ്. പോരാ, ഉഹദുകളാങ്കളത്തിൽ എന്റെ കൈ ചോദിക്കപ്പെടണം അല്ലാഹ്, കാല് ചോദിക്കപ്പെടണം അല്ലാഹ്, എന്റെ കണ്ണു ചുടുതെടുക്കപ്പെടണം അല്ലാഹ്, എന്റെ മൂക്ക് മുറിച്ചു മാറ്റപ്പെടണം അല്ലാഹ്, എന്റെ ചെടികൾ പിഴുതു മാറ്റപ്പെടണം അല്ലാഹ്. അവസാനം ശത്രുവിന്റെ മൂർച്ചയുള്ള കടാര എന്റെ അടിവയറിലെ കാലത്തിൽ കുത്തിയിറക്കിയിട്ട് എന്റെ കുടൽമാല പുറത്തേക്ക് ചാടണം അല്ലാഹ്. നാളെ യജമാനനായ നിന്റെ കോടതിയിൽ വന്നുകൊണ്ട് ഈ തൂങ്ങിക്കിടക്കുന്ന കുടൽമാല നിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് സ്വർഗം ചോദിക്കാനാണ് അല്ലാഹ്. അനുമതി നൽകണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്.
ചുരുങ്ങി പറയട്ടെ, പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചു. സുബഹിസ്കാരം കഴിഞ്ഞ മഹാനവറുകൾ സൂര്യോദയം വരെ ഖുർആനോദി വാഹനത്തിന്റെ പുറത്തു കയറി. അതാ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ചെറുപ്പക്കാരിയായ ഒരു ഭാര്യ വാതിൽക്കൽ നിൽക്കുന്ന കൊച്ചുകുട്ടികൾ. ഉപ്പ പോയി വരട്ടെ മക്കള് എന്ന് പറയുമ്പോ അതാ 3 കുട്ടികളും വാതിൽക്കൽ നിന്ന് ഇറങ്ങിയിട്ട് ഉപ്പാന്റെ വാഹനത്തിന്റെ സമീപത്തേക്ക് ഓടുകയാണ്. ഉപ്പ വാഹനത്തിൽ നിന്ന് ഇറങ്ങി. ഉപ്പ ഒരു ചുംബനം താ ഉപ്പ. ആ കുഞ്ഞുമക്കളുടെ കവിൾത്തടങ്ങളിലതാ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ബുശ്ർ റളിയല്ലാഹു അൻഹു ചുംബനം നൽകുകയാണ് മക്കളെ. അവസാനം പ്രിയപ്പെട്ട ഭാര്യയുടെ ഒപ്പത്തിരിക്കുന്ന ചെറിയ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അടുക്കലേക്ക് വന്നവന്റെ കവിൾത്തടത്തിലൊരു ചുംബനം നൽകാൻ അവന്റെ ചുണ്ടോട് കവിളിനോട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ബുശ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടർപ്പിച്ചപ്പോ ആ ചുണ്ടർത്തി മാറ്റാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്. അപ്പോഴാണ് അല്ലാഹു അക്ബർ ഉഹദിന്റെ രണാങ്കളത്തിൽ നിന്ന് തക്ബീറിന്റെ ആസ്മരീക ശക്തി മഹാരാഹറുകളുടെ കാതുകളിൽ നിലയടിച്ചത്. ഉടനെ പ്രിയപ്പെട്ട കുട്ടിയുടെ കവിൾത്തളം വളർത്തി മാറ്റി വാഹനത്തിൽ ചാടിക്കയറി ഉഹദ് രണാങ്കളത്തിലേക്ക് പുറപ്പെടുകയാണ്. ചുരുക്കി പറയട്ടെ മുസ്ലിമീങ്ങള്, യുദ്ധം കൊടുപ്പിരി കൊള്ളുമ്പോ അതാ ഏതോരുത്തൻ വിളിച്ചു പറയുകയാണ്, നീ ഖതൽതു മുഹമ്മദാ. ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ കയ്യിലുള്ള കണ്ഠം കൊണ്ട് ഞാൻ അറുത്തു കൊന്നിരിക്കുന്നു എന്ന ഒരു നുണ പ്രചരണം ഉഹദിലാകെ വ്യാപിച്ചപ്പോ വീര്യമുള്ള സഹാബത്ത് പോലും വീര്യം ചൂർന്നുകൊണ്ട് പല ഭാഗത്തേക്ക് മാറി നിൽക്കുമ്പോ അതാ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ബുശ്ർ റളിയല്ലാഹു അൻഹു കെട്ടിയിട്ട ഒട്ടകങ്ങളെ അറുത്തു തള്ളുന്നത് പോലെ നിറഞ്ഞു നിൽക്കുന്ന കുലയുള്ള തെങ്ങിലുള്ള തേങ്ങ അറുത്തറുത്ത് വെട്ടി വീഴ്ത്തുന്നത് പോലെ അതാ തൂങ്ങി നിൽക്കുന്ന പുൽക്കൊടികൾ മുറിച്ചു മാറ്റി അഗ്നിയാരാധകരായ ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ശത്രുക്കളുടെ ശിരസുകൾ അരിഞ്ഞടിക്കടി യുഹദിന്റെ രണാകളത്തിൽ മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുമ്പോഴാണ്, മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതാ മജൂസിയുടെ മക്കള്, അഗ്നിയാരാധകരുടെ മക്കൾ കാത്തിരുന്ന് പാതിയിരുന്ന് പതുക്കിയിരുന്ന് നോക്കുമ്പോ ആ പോകുന്ന മനുഷ്യൻ മരക്കാണോ അല്ല മനുഷ്യനാണോ? അവൻ ഇങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ ഒരു യഹൂദിയും ഇവിടെ ശാശ്വതമായി ജീവിക്കില്ല. അവനെ വകവരുത്തണമെന്ന് കണക്കുകൂട്ടിയ ഇസ്ലാമിന്റെ ശത്രുക്കൾ അതാ ഒളിഞ്ഞിരുന്നുകൊണ്ട് വലം നെറ്റിയിലേക്ക് അമ്പെയ്യുകയാണ്, പറിച്ചുവതിന്റെ രണാങ്കളത്തിലേക്ക് വലിച്ചെറിയുകയാണ്. അതാ ഇടത്തെ കവളിലേക്ക് എടുത്തേ നെറ്റിത്തടത്തിലേക്ക് അമ്പെയ്യുകയാണ്, പറിച്ചുവതി രണാങ്കളത്തിലേക്ക് വലിച്ചെയ്യുകയാണ്. അവസാനം അതാ നെഞ്ചകത്തിലേക്ക് എയ്യുകയാണ്. രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൽ ക്ഷീണം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തളർന്നവശനായ അബ്ദുല്ലാഹി ഇബ്നു ബുശ്ർ തങ്ങൾ വീഴാറായ വേച്ച് രണാകുളത്തിൽ ശത്രുക്കളെ പരതി നടക്കുമ്പോൾ അതാ വലം കയ്യെ മുറിച്ചു മാറ്റിയല്ലോ, ഇടം കയ്യെ മുറിച്ചു മാറ്റിയല്ലോ, വലം കാല് മുറിച്ചു മാറ്റിയല്ലോ, ഇടം കാല് മുറിച്ചു മാറ്റിയല്ലോ. അതാ റസൂലുള്ളാഹിനെ കണ്ട കണ്ണ് ചൂഴ്ന്നെടുത്തല്ലോ, മദീനയുടെ പരിമളം ആസ്വദിച്ച മൂക്ക് മുറിച്ചു മാറ്റിയല്ലോ, കാത് പിഴുതെടുത്തല്ലോ. അവസാനം ശത്രുവിന്റെ മൂർച്ചയുള്ള കടാര മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ബുശ്ർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറിലേക്ക് കുത്തിയിറക്കിയിട്ട കടാര പുറത്തേക്ക് വലിച്ചപ്പോ കുടൽമാല പുറത്തേക്ക് ചാടിയല്ലോ. ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ, പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചല്ലോ. നാളെ ജവാനായ പടച്ചറപ്പിന്റെ കോടതിയിൽ മുറിക്കപ്പെട്ട കാലുമായി, മുറിച്ചു മാറ്റപ്പെട്ട കയ്യുമായി, പിഴുതുമാറ്റപ്പെട്ട മൂക്കുമായി, ചൂണ്ടെടുക്കപ്പെട്ട കണ്ണുമായി, അറുത്തുമാറ്റപ്പെട്ട കാതുമായി, തൂങ്ങിക്കിടക്കുന്ന കുടൽമാലയുമായി അല്ലാഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് റബ്ബേ നിന്റെ ദീനിനു വേണ്ടി അർപ്പിച്ചതാണ് റബ്ബേ, പകരം സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ മുമ്പിൽ സ്വർഗ്ഗം ചോദിച്ചു വാങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട ഖാലിദേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നൽകിയെന്ന് അവകാശപ്പെടാൻ നാളെ യജമാന്റെ മുമ്പിൽ കൈയുണ്ടോ മക്കള്, കാലുണ്ടോ മുസൽമാൻ?
കൽബുണ്ടോ മുസൽമാൻ? കുടൽമാല നമ്മുടെ കയ്യിലുണ്ടോ മുസൽമാൻ? എന്തിനേറെ യജമാനന്റെ മുമ്പിൽ റബ്ബേ നിന്റെ ദീനിനു വേണ്ടി ചിലവഴിച്ചതാണെന്ന് പറയാൻ ഒരു തുള്ളി വിയർപ്പ് ഇത് ഞാൻ നിന്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതാണെന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ആണയിട്ട് അവകാശപ്പെടാൻ ഈ ഹാലിലില്ലെങ്കിൽ നമുക്കാർക്കുമില്ലെങ്കിൽ ഖബറിനെ കുറിച്ച് ചിന്തിച്ചു ജീവിച്ചോ? മരിക്കണമെന്ന ബോധത്തോടെ ജീവിച്ചോ? അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ച് എന്റെ സ്വന്തം നഫ്സിനോട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഒരു വസിയ്യത്ത് എന്ന നിലയിൽ ഖബറാകുന്ന ഇരുട്ടറയെ കുറിച്ച് ചിന്തിച്ച് ജീവിക്കാൻ അവസാനം സാലിഹീങ്ങൾ സംഗമിക്കുന്ന സ്വർഗ്ഗലോകത്ത് സംഗമിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചോ? അർഹമുറാഹിമായ റബ്ബ് നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد